back to Bosco Campus Vision. This is Rani, Assistant Professor PG Department of Commerce, Don Bosco College, Kottayam. The last class we learned how to calculate closing stock. A problem we work out. Today we are going to discuss how to treat bad debts when there is no debt commission and also the valuation of closing stock. Question is, Ashok Cycle Agra consigned 100 bicycles of rupees 1600 each to their agent Messrs. Mahesh and Sons at Madras for sale on commission of 5% on gross sales effected. Expenses at Agra were rupees 3000 for carriage and rupees 2000 for insurance. Mahesh and Sons took delivery of the bicycles after accepting a 3 months bill for rupees 80,000 drawn against the consignment, which the consignor discounted for rupees 76,000. Okay. The consignee paid rupees 300 for loading and unloading and rupees 1200 for freight. They sold 70 bicycles at rupees 1700 for cash and 10 bicycles on credit at rupees 2000. A customer who bought two cycles became insolvent and nothing could be recovered from him. The balance of debt is fully collected. The sale expenses of Mahesh and Sons amounted to rupees 720. Give ledger accounts in the books of consignor and consignee, and also give the journal entries of consignor and consignee. In this problem, we discuss two aspects. First one is bad debts when there is no debt commission, then calculation of closing stock. First one, bad debts when there is no debt commission. What is debt commission? Debt commission is the commission payable to the consignee for the collection of debt amount timely amount collect ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കടത്തിന് കൊടുത്ത എമൗണ്ട് കറക്റ്റ് ടൈമിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് എന്തെന്ന് പറയുക ഡെറ്റ് കമ്മീഷൻ. അങ്ങനെ ഒരു കമ്മീഷൻ കൊടുക്കാത്ത കേസിൽ ബാഡ് ഡെറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ആ ബാഡ് ഡെറ്റ്സ് ആരുടെ ലോസ് ആയിരിക്കും? കൺസൈനറുടെ ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബാഡ് ഡെറ്റ്സ് നമ്മൾ എവിടെ കാണിക്കണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കൺസൈനറുടെ ബുക്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ബാഡ് ഡെറ്റ്സ് വരുമ്പോഴുള്ള കാര്യമാണ്. ഡെറ്റ് കമ്മീഷൻ ഇല്ലാത്ത കേസിലാണെങ്കിൽ ബാഡ് ഡെറ്റ്സ് എന്ത് ചെയ്തിരിക്കണം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു കൺസൈനി എന്ന് കാണിക്കണം. എന്താണ് എൻട്രി? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു കൺസൈനി. ദെൻ സെക്കൻഡ് ആസ്പെക്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ശ്രദ്ധിച്ച്, നമ്പർ ഓഫ് സൈക്കിൾ സെൻറ്റ്, അതായത് അശോക് ആണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ആർക്കാണ്? മഹേഷ് ആൻഡ് സൺസിനാണ് ബുക്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 പേഴ്സൺസ്, ഫസ്റ്റ് വൺ അശോക് ആൻഡ് സെക്കൻഡ് വൺ മഹേഷ് ആൻഡ് സൺസ്. അപ്പോൾ അശോക് ഈസ് ദ കൺസൈനർ, മഹേഷ് ആൻഡ് സൺ ഈസ് ദ കൺസൈൻ. ഓക്കെ, അപ്പം ഇൻ ദ ബുക്സ് ഓഫ് മഹേഷ് ആൻഡ് ഇൻ ദ ബുക്സ് ഓഫ് അശോക് ആണ്, ഇൻ ദ ബുക്സ് ഓഫ് അശോക്. ഓക്കെ, നമ്പർ ഓഫ് സൈക്കിൾ സെൻറ്റ് റുപ്പീസ് എത്രയാണ്? നമ്പർ ഓഫ് സൈക്കിൾ സെൻറ്റ് എത്രയാണ്? 100 സൈക്കിളാണ് ആര് സെൻഡ് ചെയ്തത്? അശോക് സെൻഡ് ചെയ്തത്. ഓക്കെ, നമ്പർ ഓഫ് സൈക്കിൾ സോൾഡ് 80. അപ്പം 100 യൂണിറ്റ്സ് സെൻഡ് ചെയ്തു. എത്ര എണ്ണം വിറ്റു? 80 യൂണിറ്റ്സ് വിറ്റു. അപ്പം അൺസോൾഡ് യൂണിറ്റ് എത്രയാണ്? 20 അൺസോൾഡ്. അപ്പോൾ ഇനി വിൽക്കാനുള്ള സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 20 സൈക്കിൾസ് ആണ്. ഓക്കെ, ദെൻ ഇനി എഴുതാം കോസ്റ്റ് ഓഫ് അൺസോൾഡ് യൂണിറ്റ്. കോസ്റ്റ് ഓഫ് അൺസോൾഡ് യൂണിറ്റ് നമുക്കറിയാം 20 ആണ്. ഇനി നമ്മൾ അൺസോൾഡ് റിമെയിൻസ് വിത്ത് ദ കൺസൈനർ എന്ന് പറയുന്നത് 20 ആണ്. 20 × 1600. 1600 എന്ന് പറയുന്നത് സെൻഡ് ചെയ്ത പ്രൈസാണ്, ഗുഡ്സ് സെൻഡ് ചെയ്ത പ്രൈസാണ്. അതായത് അശോക് മഹേഷ് ആൻഡ് സൺസിന് ഗുഡ്സ് സെൻഡ് ചെയ്ത പ്രൈസാണ്. 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 1600 ആയിരുന്നു. 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 1600 ആയിരുന്നു. ആ എമൗണ്ട് തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 20 × 1600, 32,000. ഓക്കെ, then add proportionate expenses of the consignor. Add proportionate expenses of the consignor ആണ്. ഇപ്പം നോക്കാം, നമ്മളിവിടെ അശോക് സ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 3000 ഫോർ ക്യാരേജ് ആൻഡ് 2000 ഫോർ ഫ്രൈറ്റ്. എത്രയാണ്? 3000 ക്യാരേജ് ആയിട്ടും 2000 ഫ്രൈറ്റ് ആയിട്ടും ആര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? അതായത് അശോക് കൺസൈനർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ടോട്ടൽ 5000 റുപ്പീസ് സ്പെൻഡ് ചെയ്തത് എത്ര യൂണിറ്റിനായിരുന്നു, അല്ലെങ്കിൽ എത്ര ബൈസിക്കിളിന് വേണ്ടിയിട്ടായിരുന്നു? 100-നായിരുന്നു. അങ്ങനെയാണെങ്കിൽ 20ക്ക് എത്ര എന്ന് കണ്ടുപിടിക്കുക. അതാണ് 5000 × 20/100. ഓക്കെ, അപ്പം അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1000 ആണ്.
അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനർ എന്ന് പറയുന്നത് എത്രയാണ്? 1000. ഓക്കെ, ദെൻ അടുത്തത് ആഡ് പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിങ് എക്സ്പെൻസസ് ഓഫ് ദ കൺസൈൻ. പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിങ് എക്സ്പെൻസസ് ഓഫ് ഇവിടുത്തെ കൺസൈനി എന്ന് പറയുന്നത് മഹേഷ് ആൻഡ് സൺസ് ആണ്. അപ്പം പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിങ് എക്സ്പെൻസസ് ഓഫ് കൺസൈനി എടുക്കുമ്പോൾ നോക്കിയേ, കൺസൈനി 3 തരം എക്സ്പെൻസ് ആണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ലോഡിങ് ആൻഡ് അൺലോഡിങ് 300 rupees സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ഫ്രൈറ്റ് എത്രയാണ്? 1200 rupees ഫ്രൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് 720 rupees സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ സെല്ലിംഗ് എക്സ്പെൻസസ് എന്ന അല്ലെങ്കിൽ സെയിൽസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്? റിക്കറിങ് എക്സ്പെൻസസ് ആണ്. അതായത് നമ്മുടെ ഗോഡൗണിൽ എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. അത് നമ്മൾ എടുക്കില്ല. നമുക്ക് വേണ്ടുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ലോഡിങ് ആൻഡ് അൺലോഡിങ്ങും അതുപോലെ ഫ്രൈറ്റുമാണ്. അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 1500. അപ്പോൾ കൺസൈനിയുടെ കയ്യിൽ എത്രയാണ്? 100 യൂണിറ്റ്സ് കിട്ടിയിട്ട് കൺസൈനിയുടെ കൈവശം 100 യൂണിറ്റ്സ് കിട്ടി. ആ 100 യൂണിറ്റ്സിന് വേണ്ടിയിട്ടാണ് 1500 ചിലവാക്കിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20ക്ക് എത്ര ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1500 × 20/100. അപ്പോൾ എത്ര കിട്ടും? 300 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 300 കിട്ടും. അപ്പം ടോട്ടൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 32,000 + 1000 + 300. 33,300 ആണ് എന്തെന്ന് പറയുക? വാല്യൂ ഓഫ് എന്തെന്ന് പറയുക? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അപ്പോൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 33,300. ഓക്കെ, വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനറിലേക്ക് പോകാം. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ഫസ്റ്റ് അക്കൗണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ഫസ്റ്റ് അക്കൗണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ആദ്യം പോലെ തന്നെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് നമ്മൾ അക്കൗണ്ട് വരച്ചു ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഐറ്റം ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പം അശോക് സൈക്കിൾ എത്രയാണ്? 100 ബൈസിക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1600 ആണ് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത്? മഹേഷ് ആൻഡ് സൺസിന് സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 100 × 1600 1,60,000 rupees. ഓക്കെ, 1,60,000 rupees. Then next expenses met by the consignor. That means expenses met by Ashok Cycles ആണ്. എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? 5,000 rupees ആണ്. നമ്മളവിടെ അറിയാം ക്യാരേജ് 3,000, ദെൻ അതുപോലെ ഫ്രൈറ്റ് 2,000. അത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 5,000 rupees എക്സ്പെൻസസ് ആര് മെറ്റ് ചെയ്തു? കൺസൈനർ മെറ്റ് ചെയ്തു. ദെൻ അടുത്തത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനിയാണ്. എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനിയാണ്. കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് 300, ദെൻ ഫ്രൈറ്റ് 1200, ദെൻ സെയിൽസ് എക്സ്പെൻസസ് 720. ഈ 3 എക്സ്പെൻസസ് ആണ് ആര് മെറ്റ് ചെയ്തിരിക്കുന്നത്? കൺസൈനി എക്സ്പെൻസ്, അതായത് മഹേഷ് ആൻഡ് സൺസ് മെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 3 കൂടി സമ്മപ്പ് ചെയ്തു. 2220 ആണ് എന്തെന്ന് പറയുക? അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 2220. അപ്പം മഹേഷ് എക്സ്പെൻസസ് മെറ്റ് ബൈ മഹേഷ് ആൻഡ് സൺസ് ആണ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നത്. ടു മഹേഷ് ആൻഡ് സൺസ് 2220. ദെൻ അത് കഴിഞ്ഞാൽ ദെൻ അടുത്ത് എഴുതേണ്ടത് സെയിൽ പ്രൊസീഡ്സ് ആണ്. സെയിൽ പ്രൊസീഡ്സ് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം 70 ബൈസിക്കിൾ അറ്റ് ദ റേറ്റ് ഓഫ് ₹1700 ആണ് ആദ്യം ക്യാഷ് ബേസിൽ വിൽക്കുന്നത്. ക്യാഷ് ബേസിൽ വിൽക്കുന്നത് 70 സൈക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1700. അപ്പോൾ നമുക്ക് 1,19,000 rupees ആണ് സെയിൽ എമൗണ്ട് കിട്ടുന്നത്. 1,19,000 rupees സെയിൽ എമൗണ്ട് കിട്ടുന്നു. ദെൻ ക്രെഡിറ്റ് ടേംസിൽ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ 10 ബൈസിക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹2,000. സെയിൽസ് ക്രെഡിറ്റ് ആകുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് താരതമ്യേന ക്യാഷിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അതാണ് 10 ബൈസിക്കിൾ അറ്റ് ദ റേറ്റ് ഓഫ് ₹2,000. അപ്പോൾ എത്രയാണ്? 20,000 rupees. അങ്ങനെ ടോട്ടൽ സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 1,39,000 ആണ്. 1,39,000. ഓക്കെ, ഒന്നും കൂടെ ആദ്യം 70 യൂണിറ്റ് ക്യാഷ് ബേസിലും 10 യൂണിറ്റ് ക്രെഡിറ്റ് ബേസിലുമാണ് വിൽക്കുന്നത്. 70 യൂണിറ്റ്സ് വിൽക്കുന്നത് 1700 വെച്ചും അതുപോലെ 10 യൂണിറ്റ്സ് വിൽക്കുന്നത് 2000 rupees വെച്ചിട്ടുമാണ്. ഓക്കെ അല്ലേ? അത് രണ്ടും കൂടി സമ്മപ്പ് ചെയ്തതാണ് 1,39,000 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ എന്താണ്? കമ്മീഷനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ വരാം. നമുക്ക് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 5% ആണ്. കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5% ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടു മഹേഷ് ആൻഡ് സൺസ് എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ കമ്മീഷൻ എന്ന് കാണിക്കുന്നു. ടോട്ടൽ സെയിൽ പ്രൊസീഡ്സ് 1,39,000. 1,39,000 ഇൻറ്റു 5/100 5% ആണ്. 5% ഓഫ് 1,39,000. 5% ഓഫ് 1,39,000 എന്ന് പറയുന്നത് 6,950. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 6,950 ആണ് എന്തെന്ന് പറയുക? കമ്മീഷനായിട്ട് കൺസൈനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഡെബിറ്റ് സൈഡിലെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ദെൻ ബാഡ് ഡെറ്റ്സ് ആണ്.
ബാഡ് ഡെറ്റ്സിൻ്റെ മിസ് ഇൻട്രൊഡക്ഷൻ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ മിസ് പറഞ്ഞായിരുന്നു. ഡെൽക്രഡർ കമ്മീഷൻ ഇല്ലാത്ത കേസിൽ ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് ആരുടെ ലോസ് തന്നെയാണ്? കൺസൈനറുടെ ലോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കുക? ബാഡ് ഡെറ്റ്സ് കാണിക്കുക. ഒരിക്കലും ബാഡ് ഡെറ്റ്സ് എന്ന് എഴുതി കാണിക്കില്ല. അത് ഏത് കൺസൈനി മുഖാന്തരമാണോ നമുക്ക് ആ ബാഡ് ഡെറ്റ്സ് ഉണ്ടായത് ആ കൺസൈനിയുടെ പേര് എഴുതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതുന്നു? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തെന്ന് എഴുതുക? ടു മഹേഷ് ആൻഡ് സൺസ് ടു കൺസൈനി എന്ന് എഴുതിയിട്ട് 2 ബൈസിക്കിൾസ് ആണ്. ഇനി നമുക്കതിൻ്റെ 2 ബൈസിക്കിൾ വാങ്ങിയ ഒരു വ്യക്തിയാണ് ഇൻസോൾവെൻ്റ് ആയത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്കൊന്നും തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാഞ്ഞത് അല്ലേ? അതുകൊണ്ട് തന്നെ 2 × 2000 ആ എമൗണ്ട് എന്താണ്? ബാഡ് ഡെറ്റ്സ് ആയിട്ട് കാണിക്കാം. ലാസ്റ്റ് ടു മഹേഷ് ആൻഡ് സൺസ് എന്ന് പറയുന്നത് ബാഡ് ഡെറ്റ്സിൻ്റെ ഫിഗറാണ്. 4000 റുപ്പീസും കാണിക്കാം. ഇത് കഴിഞ്ഞാൽ ദെൻ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ എഴുതേണ്ടുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി വാല്യൂ ചെയ്ത് കഴിഞ്ഞു. 33,300 നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗറാണ്. ആ എമൗണ്ടാണ് നമ്മൾ കൺസൈൻഡ് സ്റ്റോക്കെന്നോ ക്ലോസിംഗ് സ്റ്റോക്കെന്നോ എഴുതി കാണിക്കുന്നു. 33,300. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുകയാണ്. നമ്മൾ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലത്തിൽ ലോസ് വരുന്നത്. ഓക്കെ, ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമായിരുന്നു. ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്. ദ റിസൾട്ടൻറ്റ് ഫിഗർ ഈസ് ലോസ് ആണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ എന്തെന്നേ കാണിക്കുകയുള്ളൂ? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നേ കാണിക്കുകയുള്ളൂ. അപ്പം ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. നമ്മൾ 5,870. ഓക്കെ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പം നഷ്ടമാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലും ലാഭമാണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലും ആയിരിക്കും. ഈ കേസിൽ എന്താണ്? നഷ്ടമാണ്. അതുകൊണ്ട് ബൈ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി 5,870 എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കൺസൈൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് അക്കൗണ്ട് മഹേഷ് ആൻഡ് സൺസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് കൺസൈനീസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ കൺസൈനീസ് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടുത്തെ കൺസൈനി എന്ന് പറയുന്നത് മഹേഷ് ആൻഡ് സൺ ആണ്. ഓക്കെ, മഹേഷ് ആൻഡ് സൺസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് കൺസൈൻ ചെയ്ത സമയത്ത് 80,000 റുപ്പീസിൻ്റെ ബില്ല് ആര് അക്സെപ്റ്റ് ചെയ്തിരുന്നു? കൺസൈനർ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതാണ് നമ്മൾ ആദ്യം എഴുതുക. അഡ്വാൻസ് ആണ്. ബില്ല് ആയതുകൊണ്ട് തന്നെ ബൈ ബിൽസ് റിസീവബിൾ എന്ന് എഴുതി കാണിച്ചു 80,000. ഈ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. കൺസൈനർ ഈ ഗുഡ്സ് 76,000 ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു 4,000 റുപ്പീസ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൺസൈനർ പേഴ്സണലി കൊണ്ട് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത ഫിഗറാണ്. ആ ലോസ് ഒരിക്കലും നമ്മൾ എവിടെ കാണിക്കില്ല? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലോ നമ്മുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോ എങ്ങും തന്നെ കാണിക്കില്ല. അയാളുടെ പ്രൈവറ്റ് ലോസ് ആയിട്ട് മാത്രമേ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്കവിടെ എന്ത് മാത്രം മതി? ആ ഡിസ്കൗണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വേണ്ട. നമുക്ക് ആ ബില്ല് എമൗണ്ട് മാത്രം മതിയാകും. അഡ്വാൻസ് ആ ബില്ല് മാത്രം മതിയാകും. അപ്പം ബൈ ബിൽസ് റിസീവബിൾ 80,000 റുപ്പീസ്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം. ദെൻ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനിയാണ്. എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി നമ്മുടെ എൻട്രി ഇതായിരുന്നു. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു കൺസൈനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൺസൈനിയുടെ ബുക്കിൽ നമ്മൾ എന്ത് എഴുതുന്നു? ബൈ കൺസൈൻമെൻറ്റ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എക്സ്പെൻസ് എന്ന് കാണിച്ചു 2,220. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം കമ്മീഷനാണ്. കമ്മീഷനും നമ്മൾ എൻട്രി അവിടെ എഴുതിയത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു കൺസൈനി എന്നാണ്. അപ്പോൾ കൺസൈനിയുടെ അക്കൗണ്ടിൽ ബൈ കൺസൈൻമെൻറ്റ് എന്ന് എഴുതുന്നു. 6,950 എമൗണ്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പം ആദ്യം അഡ്വാൻസ് കാണിച്ചു, രണ്ടാമത് എക്സ്പെൻസ് മെറ്റ് ചെയ്ത് കാണിച്ചു, മൂന്നാമത്തത് കമ്മീഷൻ. ദെൻ നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെറ്റ്സ് ആണ്. ബാഡ് ഡെറ്റ്സും നമ്മൾ കാണിച്ചത് ഇങ്ങനെയാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു കൺസൈനി എന്നായിരുന്നു. അതുകൊണ്ട് കൺസൈനിയുടെ ബുക്കിൽ ബൈ കൺസൈൻമെൻറ്റ് എന്ന് കാണിക്കുന്നു. 4,000 റുപ്പീസ് എന്തായിട്ട് എഴുതുന്നു? ബാഡ് ഡെറ്റ്സ് ആയിട്ട് കാണിക്കുന്നു. ദെൻ നമ്മുടെ സെയിൽ പ്രൊസീഡ്സ് ആണ്. സെയിൽ പ്രൊസീഡ്സ് നമുക്കറിയാം. ടോട്ടൽ ക്യാഷ് സെയിൽസ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് സെയിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി സമ്മപ്പ് ചെയ്തിട്ട് 1,39,000 ബൈ കൺസൈൻമെൻറ്റ് എന്ന് എഴുതി. ഓക്കെ, ബൈ കൺസൈൻമെൻറ്റ് 1,39,000 എഴുതി. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. പേ ചെയ്തതായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലൻസ് ഫിഗർ 45,830. എത്രയാണ്? 45,830 റുപ്പീസിന് ആർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്? കൺസൈനർക്ക് പേ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഓക്കെ, ടോട്ടൽ 1,39,000 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചെയ്തത് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ദെൻ കൺസൈനീഡ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു. ദെൻ ഒരു വർക്കിംഗ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള വർക്കിംഗ് നോട്ടും ചെയ്തു. ഇനി ഇതിൻ്റെ പെൻഡിങ് പോർഷൻസ് എന്ന് പറയുന്നത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് ഓൾസോ പ്രിപ്പയർ ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി.
ഇൻ ദ ബുക്സ് ഓഫ് കൺസൈൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ കൺസൈനറിൻ്റെ ബുക്കിൻ്റെ ജേണൽ എൻട്രിയും കൺസൈനിയുടെ ബുക്സും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത് കാണാം.